കൈയടിച്ചാൽ. ഓക്കെ, ഒരുപാട് സന്തോഷം ഇതിന് ട്രെയിലർ ലോഞ്ച് ഇവിടെ വെച്ച് തന്നെ നടത്താൻ സാധിച്ചത്. ഇതിനു മുമ്പ് പലതവണ ഞാൻ ട്രിവാൻഡ്രത്ത് മൂവി പ്രൊമോഷൻസായിട്ട് വന്നിട്ടുണ്ട്. അന്നെല്ലാം ഭയങ്കരമായിട്ടുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സിനിമയുടെ സംവിധായകൻ ജിതിൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് എവിടെ നടത്തണം എന്നുള്ള ചർച്ച വന്നപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടി പിടിച്ചതിന് പ്രധാന കാരണം നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് തന്നെയാണ്. താങ്ക് യു. ഞങ്ങളെല്ലാവരും കുറേ പേര് കുറേ നാളുകളായിട്ട് കാണുന്ന ഒരു സ്വപ്നമാണ് ARM എന്ന് പറയുന്ന ഈ സിനിമ. ഈ സിനിമ ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൂടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ട്രെയിലർ മാത്രമാണ്, ഇതിനേക്കാൾ കുറച്ച് കാര്യമായിട്ട് അധികം ഉണ്ടാവും സിനിമയിൽ എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ സിനിമയിൽ ഞാൻ നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയണം. പക്ഷെ ഞാൻ കുറച്ച് സമയമെടുത്ത് ഓരോരുത്തരായിട്ട് പറയാം. എൻ്റെ അടുത്ത് 2017 സുജിത്തേട്ടനും ജിതിനും കൂടെ ഈ സ്ക്രിപ്റ്റിന്റെ കഥ പറയുന്നത്. അന്ന് ഞാൻ ആദ്യം ഈ 3 കഥാപാത്രമൊക്കെ ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്തുകൊണ്ട് ഈ 3 കഥാപാത്രങ്ങൾ ഞാൻ ഈ സിനിമയിൽ ചെയ്യണം എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അന്ന് ഞാൻ പറഞ്ഞ പോലെ മറ്റു 2 ആർട്ടിസ്റ്റുകളെ കൂടെ കൂട്ടി നമുക്ക് മൾട്ടി സ്റ്റാറിനാക്കാം എന്ന് ഞാൻ പറഞ്ഞ ഓപ്ഷൻ ഇവർ സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കരിയറിൽ 3 വേഷം ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാവുക പോലും ഉണ്ടായിരുന്നു. അതിനാദ്യം തന്നെ ഭയങ്കരമായിട്ടുള്ള നന്ദി. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മധുവൽ സാർ, ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു കുപ്രസിദ്ധ പയ്യൻ. അതിനുശേഷം പല സിനിമകളിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നും വളരെ സ്നേഹത്തോടെയും വളരെ പോസിറ്റീവ് എനർജിയോടെയും കൂടെ എന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും നല്ല ഒരു വെൽവിഷറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഞാൻ ഈ ഓർഡറിലാണ് പറയണേ. സുരഭി എൻ്റെ ആദ്യത്തെ സിനിമയിൽ, ആദ്യത്തെ അല്ല ABCD അഭിനയിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയുക, ഒരു ഷൂട്ടില്ലെങ്കിലും ഞാൻ അവിടെ പോയി ലൊക്കേഷനിലൊക്കെ വെറുതെ ഇരിക്കുമായിരുന്നു. അന്ന് അവിടെ അഭിനയിക്കാൻ വന്നിട്ട് എന്നെ റാഗ് ചെയ്തിരുന്ന എൻ്റെ സീനിയർ ആർട്ടിസ്റ്റാണ്. ആ സീനിയർ ആർട്ടിസ്റ്റിനെ ഞാൻ നായികയാക്കി പ്രതികാരം നേരിടുന്നു. അതുപോലെ കൃഷ്ണേട്ടന് ഞാൻ വാശിയിൽ ഒരുമിച്ച് അഭിനയിച്ചു, ഇതിലിപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചു, ഞങ്ങൾ ഡോക്ടർ ബിജു സാറിൻ്റെ പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളിലൊന്നാണ്. എന്നും നമ്മൾ സിനിമകളെ പറ്റിയിട്ടൊക്കെ എൻ്റെ സിനിമയൊക്കെ കഴിയുന്ന സമയത്ത് അത് വിളിച്ച് എന്നോട് അഭിപ്രായം പറയുന്ന, വളരെ സത്യസന്ധമായിട്ട് എന്നെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുന്ന കാര്യമില്ലാത്ത ആളുകളാണ്, എന്നോട് സ്നേഹമുള്ള ആളുകളാണ്. അത് കാരണം കൊണ്ട് കൃഷ്ണേട്ടനോട് നന്ദി. കൃതി, I'm talking in Malayalam, but hope you understand, as you understand. Surabhi's Malayalam. I'll also try to be expressive like her. സുരഭിയുടെ മലയാളം മാത്രമേ ഇവിടെ മനസ്സിലാകുന്നുള്ളൂ എന്നാണ് കൃതി പറയുന്നത്. അത് അത്ര എക്സ്പ്രസീവ് ആയതുകൊണ്ട്. ഓക്കെ, കണ്ടോ, അവരെ തമ്മിൽ സെറ്റാക്കി. അപ്പോൾ കൃതി ഈ സിനിമയിൽ വരുന്ന സമയത്ത് ഇതിൽ അജയന്റെ പേരായിട്ടാണ് കൃതി ഉള്ളത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ല എത്ര പെട്ടെന്ന് കൃതി മലയാളം പഠിച്ച് മലയാളത്തിൽ പറഞ്ഞതെന്ന് കണ്ടില്ല. അത് തന്നെയായിരുന്നു ഞങ്ങൾക്കും ഏറ്റവും വലിയ അനുഗ്രഹം. കാര്യം ഒരു അന്യഭാഷ നടിയാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ മലയാളത്തിൽ സംസാരിച്ച് ഞങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് കൃതി. ജിതിൻ, ഇവിടെ 2 ജിതിനുണ്ട്. അതിൽ ജിതിൻ പുത്തഞ്ചേരി ഫ്രണ്ടിലേക്ക് വരും. ഞങ്ങൾ കൂതറ എന്ന് പറയുന്ന സിനിമയിൽ ജിതിൻ കുറച്ചാള് അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള തരംഗം തുടങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട്. പിന്നെ ഈ സിനിമയിലും ജിതിൻ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി സന്തോഷവും സങ്കടവും വരുമ്പോൾ പങ്കുവയ്ക്കാൻ എപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ള ഒരു സുഹൃത്താണ് ജിതിൻ. ജിതിനും എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഹരീഷേട്ടാ വിളിച്ചു നിൽക്കല്ലേ, വാ. ഹരീഷേട്ടനും ഇതുപോലെ മായാനദിയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗുകളില്ലാതെ തന്നെ അഭിനയിക്കുകയാണെന്ന് പോലും തോന്നാതെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കണ്ണുകൾ കൊണ്ടുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രയും എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്, ഗംഭീര ആക്ടറാണ്. ശരിക്കും ഇവിടെ ഉള്ളൊരു പാൻ ഇന്ത്യൻ ആക്ടർ പുള്ളിയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ
എല്ലാത്തിനും അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ ഹരീഷേട്ടനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഹരീഷേട്ടന് ഇനി ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം അഭിനയിച്ചവരാണ് മിസ്റ്റർ സഞ്ജയ് ശിവറാം. ഞങ്ങളും ഈ പറഞ്ഞ പോലെ മൺസൂൺ മാംഗോസ് എന്നുള്ളൊരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു 10-40 ദിവസം ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു ഞങ്ങൾ അമേരിക്കയിൽ. അപ്പോൾ അന്ന് മുതലുണ്ടായിട്ടുള്ള സൗഹൃദമാണ് ഇന്നും ഒരു തരി പോലും കുറയാതെ ഇരട്ടിയായിട്ട് ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട്. നമ്മളേറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ കൂടെയുള്ളത് വലിയ സന്തോഷമാണ്. താങ്ക് യു സർ. ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് കാണുമ്പോൾ. ഞാൻ ഇപ്പോൾ പറയാമെന്ന് വെച്ചാൽ അന്ന് നിങ്ങൾ ഒരു 9 വർഷത്തിന് മുമ്പ് ഒരു റൂമിൽ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും തമിഴ് സിനിമ, മറ്റ് ലാംഗ്വേജ് സിനിമകളെ കണ്ടിട്ട് ഇതുപോലൊരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ സ്വപ്നം കണ്ടിരുന്ന ടൊവി ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും സത്യം പറയാൻ ഭയങ്കരമായിട്ടൊരു സുഹൃത്തുന്ന രീതിയിൽ ഒരുപാട് പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ സിനിമ ടൊവി ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ്. ടൊവിയുടെ ലൈഫിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ സിനിമയാണ്. ഇനിയും വലിയ സിനിമകൾ ചെയ്യായിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ട ഒരു സിനിമ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അത്രയും താങ്ക് യു സോ മച്ച്. താങ്ക് യു.